ഇന്ധനവില കുറച്ച് നയാര എനർജി. പെട്രോളിന് 5ഉം ഡീസലിന് 3ഉം രൂപയാണ് കുറച്ചത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയിൽ അയവ് വരുന്ന ഘട്ടത്തിലാണ് വില കുറച്ചത്. ഒരു കമ്പനി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇന്ധനവില കുറയ്ക്കുന്നത്. ആശ്വാസ വാർത്ത. പശ്ചിമേഷ്യൻ സമാധാനവും ക്രൂഡ് ഓയിൽ വിലയിടിവും. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞിരിക്കുന്നു. ഇന്ധനവില കുറച്ച് നയാര എനർജി. പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചിരിക്കുന്നത്. നമുക്കറിയാം, തുടർന്നുള്ള പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അത്രത്തോളം തലവേദനയാണ് എല്ലാ കോണുകളിലും സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ കൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധ സാഹചര്യത്തിന് അയവ് വന്നതോടെ എണ്ണവില കുറഞ്ഞ പശ്ചാത്തലത്തിൽ നയാര എനർജി രാജ്യവ്യാപകമായി തങ്ങളുടെ പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസൽ വില ലിറ്ററിന് 3 രൂപയും കുറച്ചിരിക്കുകയാണ്. അതായത് ഒരു ഇന്ധന വിതരണ കമ്പനി കഴിഞ്ഞ 2 വർഷത്തിനിടെ ആദ്യമായാണ് റീറ്റെയിൽ വില കുറയ്ക്കുന്നത്. പുതുക്കിയ നിരക്കുകൾ രാജ്യത്തുടനീളമുള്ള നയാരയുടെ 7000-ലധികം ഇന്ധന സ്റ്റേഷനുകളിൽ പ്രാബല്യത്തിൽ വന്നു. പക്ഷേ ഓരോ സംസ്ഥാനത്തിലും വില വ്യത്യസ്തമായിരിക്കും. കാരണം വാറ്റ് പോലുള്ള പ്രാദേശിക നികുതികൾക്കനുസൃതമായി അന്തിമ റീറ്റെയിൽ വിലയിൽ മാറ്റം വരാം. പശ്ചിമേഷ്യയിലെ ശത്രുത കുറയുകയും ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത്. ഇത് ക്രൂഡ് ഓയിൽ, LNG എന്നിവയുടെ വിതരണം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ആഗോള വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിയതോടെ കമ്പനി തീരുമാനം മാറ്റുകയായിരുന്നു. എന്നാൽ നയാരയ്ക്ക് പുറമെ മറ്റ് പൊതുമേഖലാ ഇന്ധന വിതരണ കമ്പനികൾ ഈ വിലക്കുറവ് പിന്തുടർന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യയിലെ 1,00,000-ലധികം ഇന്ധന സ്റ്റേഷനുകളുടെ 90%-ലധികം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയാണ്. ഇവർ പെട്രോൾ, ഡീസൽ വിലകളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഡൽഹിയിൽ IOC ഔട്ട്ലെറ്റുകളിൽ പെട്രോൾ ലിറ്ററിന് 102 രൂപയ്ക്ക് മുകളിലാണ്. ഡീസലിനാകട്ടെ 95 രൂപയും ഈടാക്കുന്നുണ്ട്. മാർച്ച് 26-നായിരുന്നു നയാര പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസൽ വില 3 രൂപയും വർദ്ധിപ്പിച്ചത്. ഇതിന് പിന്നാലെ മെയ് പകുതിയോടെ പൊതുമേഖലാ ഇന്ധന വിതരണ കമ്പനികളും പലതവണയായി പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 7 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ വിലക്കുറവിലൂടെ മാർച്ച് മാസത്തിൽ വരുത്തിയ വിലവർദ്ധനവ് നയാര പൂർണ്ണമായും പിൻവലിച്ചിരിക്കുകയാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.